കേരളത്തിൽ ഇത്രയും മോശം പഞ്ചായത്ത് ഉണ്ടാവില്ല. ഗ്രൗണ്ട് ഇല്ലാത്തത് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കാളിയ സ്കൂളുണ്ട്, കടൂർ സ്കൂളുണ്ട്. അപ്പോൾ നടക്കുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിന് മുമ്പിലാണ്. ഇപ്പോൾ ഇവിടെ വരാൻ കാരണം വേറൊന്നുമല്ല, ഇലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറഞ്ഞില്ല, ആരെയും ആക്ഷേപിച്ച് പറഞ്ഞല്ല. ഏത് ഭരണസമിതി കയറിയാലും പഞ്ചായത്ത് ഭരിക്കുന്ന ആര് വന്നാലും ഈ പഞ്ചായത്തിനൊരു ഗ്രൗണ്ട് വേണ്ടേ. ഒരുപാട് കായിക പ്രേമികളുണ്ട്, ഇതുവരെ ഒരു ഗ്രൗണ്ടില്ല. ഇനി വോട്ട് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് തരണം എന്നുള്ളൊരു മുദ്രാവാക്യം വിളിക്കാൻ എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരുപാട് വളർന്നു പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്, കായികപരമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കളിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലത്ത് പൈസ കൊടുത്ത് വാടകയ്ക്ക് കളിക്കുകയോ, അല്ലെങ്കിൽ കടൂരുള്ള അടുത്തുള്ള കടൂർ സ്ഥലത്ത് ഒരു 7-8 കിലോമീറ്റർ മാറി അവിടെ പോയി കളിക്കുകയോ, അല്ലെങ്കിൽ കാളിയാർ പള്ളിയുടെ പേർക്കുള്ള കാളിയാറുള്ള ഗ്രൗണ്ട്, ചെറിയ സ്കൂൾ ഗ്രൗണ്ട്, അവിടെ പോയി കളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പഞ്ചായത്തിന് സത്യം പറഞ്ഞ ഗ്രൗണ്ടില്ല. സത്യം പറഞ്ഞാൽ ആര് കയറിയാലും, പഞ്ചായത്ത് ഭരിക്കാൻ ആര് കയറിയാലും ഇവിടെ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരിക എന്നാണ് അവർ ചെയ്യേണ്ടത്. അത് ആര് ചെയ്യുന്നു അവർക്കൊപ്പം ഞങ്ങൾ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കായിക പ്രേമികൾ അവർക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ കാളിയാർ സെൻറ്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടാണ്. നമ്മുടെ ഈ പഞ്ചായത്തിനൊരു ഗ്രൗണ്ടില്ലാത്തതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ മോശം പഞ്ചായത്ത്. വളരെ ഈ കേരളത്തിൽ ഇത്രയും മോശം പഞ്ചായത്ത് ഉണ്ടാവില്ല. ഗ്രൗണ്ട് ഇല്ലാത്തത്, അതിന് കേപ്പബിലിറ്റി ഇല്ലാത്തത്. അതപ്പോൾ നമുക്ക് വോട്ട് വേണമെങ്കിൽ ഗ്രൗണ്ട് വേണം അല്ലേ? വോട്ട് വേണമെങ്കിൽ ഗ്രൗണ്ട് വേണം. ഗ്രൗണ്ട് തന്നെ വോട്ട് ചെയ്യും, അതിൽ പാർട്ടി ഒന്നും നോക്കില്ല. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കാളിയ സ്കൂളുണ്ട്, കടൂർ സ്കൂളുണ്ട്. അപ്പോൾ നടക്കുള്ളൂ. നമുക്കത് പോരല്ലോ. പഞ്ചായത്തിലേ ഒരു ഗ്രൗണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പാർട്ടിക്കാരും നമുക്ക് വിശ്വാസമല്ലാതെ ഇനി ഗ്രൗണ്ട് തന്നെ അവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ ഉള്ളൂ. നമ്മൾ കുറെ ചെറുപ്പക്കാരങ്ങനെ തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ കാലം കഴിഞ്ഞാലും കളിക്കാൻ പിള്ളേർ ഗ്രൗണ്ട് വേണം. ഗ്രൗണ്ട് ഇല്ല. പഞ്ചായത്തിന് ഗ്രൗണ്ട് വേണം. ഭയങ്കര കഷ്ടപ്പാട്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പള്ളിക്ക് വേണ്ടി വന്ന് അടിക്കണേ. ഗ്രൗണ്ട് ഇല്ലാത്ത ഗ്രൗണ്ട് ഒന്ന് ഏതെങ്കിലും ഭാഗത്ത് മേടിക്കാനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അതാണ് പ്രതിസന്ധി. നമുക്ക് ഗ്രൗണ്ട് നമ്മൾ എപ്പോഴും സപ്പോർട്ടായിരിക്കും. ഏത് രാഷ്ട്രീയമാണ് ഗ്രൗണ്ടില്ലാത്ത ഇപ്പോൾ കുറേ വർഷമായി നമ്മൾ പറയുന്നു ഗ്രൗണ്ട് വേണമെന്ന്. ഗ്രൗണ്ട് കിട്ടുന്നില്ല. അവസാനം ഇപ്പോൾ ഇവിടെ കടൂരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് എന്നവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഗ്രൗണ്ടില്ലാത്തത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നമുക്ക് ഇനി ആര് ഭരിച്ചാലും നമുക്ക് കുഴപ്പമില്ല അല്ലേ? ആര് ഭരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഗ്രൗണ്ട് ഉടനെ വേണം. അത് നമ്മുടെ ആവശ്യം. ഓക്കെ. ഏത് പാർട്ടി ഭരിച്ചാലും ഈ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്. പിള്ളേർ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞങ്ങൾ പ്രാവശ്യം തന്നെ എല്ലാ പിള്ളേരും തീരുമാനിച്ചാണ് വോട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു 350 പിള്ളേർ വേറെ ഉണ്ട്. ആ 350 പിള്ളേർ വോട്ട് കൊടുക്കുന്നത് ഗ്രൗണ്ടുള്ള തരുന്നവർക്ക് മാത്രം കൊടുക്കുന്നത്. ഇവിടുന്ന് 10-15 കിലോമീറ്റർ വരെ കളിക്കണം. അതിന്റെ ഒരു അനാവസ്ഥക്കെതിരെ പഞ്ചായത്തിന് ഭാഗത്ത് എന്തെങ്കിലും ഒരു അനുകൂലം കിട്ടുമെന്ന് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നു. ഗ്രൗണ്ട് വന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇനി വോട്ട് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ ഇവിടുത്തെ ചെറുപ്പക്കാർ തീരുമാനം. ഗ്രൗണ്ട് നമുക്ക് തരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും നമ്മൾ സഹകരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ സാറിന് ഉണ്ടാവില്ല. ഗ്രൗണ്ട് തന്നാൽ സപ്പോർട്ട് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ വോട്ട് ചോദിച്ച് വന്നവരോടും ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഗ്രൗണ്ട് ഇല്ലാത്ത പക്ഷം വോട്ട് തരില്ലെന്ന് തന്നെയാണ് തീർത്തും പറഞ്ഞത്. വരും തലവർക്ക് ഇത് ഭയങ്കര ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏത് ഭരണസമിതി കയറിയാലും ആരും പറ്റോട്ടെ, ഭരണം എവിടെ ആയിക്കോട്ടെ, നമുക്ക് ഗ്രൗണ്ട് ഓർമ്മ കിട്ടിയാൽ മാത്രം മതി. ഗ്രൗണ്ട് ഉള്ളവർക്ക് വോട്ട്. അപ്പോൾ കേട്ടില്ലേ? അപ്പോൾ ഇവിടെയുള്ള എല്ലാ കായിക പ്രേമികൾക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ള, നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ടില്ല. അപ്പം പഞ്ചായത്തിന് ഗ്രൗണ്ട് തന്നെ ഏത് ഭരണകൂടത്തിനായാലും, പഞ്ചായത്ത് ഭരിക്കുന്ന ആർക്കാണെങ്കിലും ഞങ്ങളുടെ അടുത്ത വോട്ടും ഇനിയുള്ള മുമ്പോട്ടുള്ള വോട്ടെല്ലാം നിങ്ങൾക്കായിരിക്കും.